സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ചിലർ ദുഃഖങ്ങളിലൂടെ, നഷ്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തികളാണ്. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളെ ചിലർക്കൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, ഭവനം നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം, അപ്പോൾ തന്നെ ഉപജീവനത്തിൻ്റെ വഴികൾ, ജോലികൾ ഒക്കെ നഷ്ടപ്പെട്ടുള്ളവരുണ്ടായിരിക്കാം. ഇങ്ങനെ ചെറുതും വലുതുമായിരിക്കുന്ന ഒരുപാട് നഷ്ടങ്ങളിലൂടെയാണ് മനുഷ്യൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. പലപ്പോഴൊക്കെ നമുക്ക് ആ നഷ്ടത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് സംഭവിച്ച ആ നഷ്ടങ്ങളോട് തീരാ ദുഃഖം നമുക്കുണ്ടായിരിക്കും. പലപ്പോഴുമൊക്കെ നമ്മൾ അതിനെ ചൊല്ലി വിലപിക്കുകയും വല്ലാതെയൊക്കെ അസ്വസ്ഥപ്പെടുകയും ചെയ്യുന്നുണ്ടാകാം. അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇന്ന് ഈ സന്ദേശം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരും എന്ന് ഞാൻ കരുതുകയാണ്. ടെൻഡർ ഹോളി സ്പിരിറ്റിൻ്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയംഗമായ സ്വാഗതം. ചില ദിവസങ്ങൾക്ക് മുമ്പ് ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദൈവവചന ഭാഗം എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിക്കുവാനായിട്ട് ഇടയാത്തീർന്നു. അപ്പോസ്തലപ്രവൃത്തി 27-28 അധ്യായങ്ങളാണ് ആ വേദഭാഗം. ആ 2 അധ്യായങ്ങളിലും വ്യത്യസ്തമായിരിക്കുന്ന ചില ദൈവപ്രവൃത്തികളെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. 27-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ പൗലോസ്ലീഹായെ ഒരു വലിയ കുറ്റവാളി എന്നുള്ള രീതിയിൽ മുദ്രകുത്തി അദ്ദേഹത്തെ റോമിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു കപ്പൽ കയറ്റിയാണ് അദ്ദേഹത്തെയും കൂട്ടാളികളെയും കൊണ്ടുപോകുന്നത്. ആ കപ്പൽ യാത്രാമധ്യേ തകരുന്നതായിട്ടാണ് 27-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഈശാനമൂലൻ എന്ന് പറയുന്ന ഒരു വലിയ കൊടുങ്കാറ്റടിച്ച് ആ കപ്പൽ ഛേദിക്കപ്പെടുകയാണ്. അവിടെ ഉണ്ടായിരുന്ന യാത്രികരൊക്കെ ഒരുപാട് അസ്വസ്ഥപ്പെടുകയാണ്. പൗലോസ് പോലും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ജീവനെ ചൊല്ലി ഭയക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നവരോട് പറയുന്നുണ്ട്, ചിലപ്പോൾ കപ്പലിന് മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും നമ്മുടെ ജീവനും കൂടി ചിലപ്പോൾ ഒരു അപകടം സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നെനിക്ക് തോന്നുകയാണ്. ഇത് പറഞ്ഞിട്ട് ആ മനുഷ്യൻ മൂലയ്ക്ക് പോയിരുന്ന് കരയുകയോ അല്ലെങ്കിൽ ഇനി എന്തായിരുന്നാലും തകർച്ചയില്ലേ, വേറെ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് കുത്തിയിരിക്കുകയോ പരിതപിക്കുകയോ അല്ല ചെയ്യുന്നത്. അദ്ദേഹം ദൈവസന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അന്നേരം സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്നിട്ട് പൗലോസിനോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, നീ യെരുശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ തന്നെ റോമിലും നീ നിൽക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ കപ്പലിനല്ലാതെ നിങ്ങളുടെ ആരുടെയും പ്രാണന് ഒരു ദോഷം സംഭവിക്കത്തില്ല എന്ന് പൗലോസിന് ദൂതൻ ഉറപ്പ് കൊടുക്കുകയാണ്. ആ ഉറപ്പ് ലഭിച്ചതോടുകൂടെ പൗലോസ് തിരിച്ചു വന്ന സഹോദരങ്ങളോട് പറയുകയാണ്, നിങ്ങൾ പേടിക്കേണ്ട, കപ്പലിനല്ലാതെ നമ്മുടെ പ്രാണങ്ങൾക്ക് ഒരു ദോഷവും സംഭവിക്കത്തില്ല. ബുദ്ധിയുള്ള ആൾക്കാരെ ആ കൂട്ടത്തിൽ കാണുമായിരിക്കാം. അവർ ചോദിച്ചിട്ടുണ്ടാകാം, ഇന്നലെ അതല്ലല്ലോ, കുറച്ച് മുമ്പ് അതല്ലല്ലോ പറഞ്ഞത്, ഇപ്പോൾ എന്താ വന്ന് മാറ്റി പറയുന്നത്? അന്നേരം അതിനും പൗലോസ് ഒരു മറുപടി പറയുന്നുണ്ട്, ഞാൻ സേവിക്കുന്നവനും എൻ്റെ ഉടയവനുമായവൻ കഴിഞ്ഞ രാത്രി എന്നോട് പറഞ്ഞതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ ചില്ലറ ദുഃഖങ്ങൾ, വേദനകൾ, നിങ്ങൾ കടന്നു പോകേണ്ടുന്ന ഈ നൊമ്പരങ്ങളുടെയും തീക്കാറ്റുകളുടെയും ഒക്കെ അനുഭവങ്ങൾ, അത് സദാകാലവും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതരുത്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ചില്ലറ ബുദ്ധിമുട്ടുകൾ വന്നേക്കാം, നൊമ്പരങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയേക്കാം, ചില നാശനഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. പക്ഷെ അതൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമ്പൂർണ്ണമായ തകർച്ചയ്ക്കല്ല എന്ന് പറയാനാണ് ഈ സന്ദേശത്തിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. പൗലോസ് തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരോട് പറയുകയാണ്, കപ്പലിനല്ലാതെ ഒരു ദോഷം സംഭവിക്കത്തില്ല. 27-ാമത്തെ അധ്യായം അവസാനിക്കുന്നത് നമ്മൾ വായിക്കുന്നത് ഒരു സമ്പൂർണ്ണ തകർച്ചയിലൂടെ. കപ്പൽ മുഴുവനും പലകകളായി ഇളകി തെറിക്കുകയാണ്, പായ് പറന്നു പോവുകയാണ്. കൊച്ചു കൊച്ചു പലക കഷ്ണങ്ങളിൽ പിടിച്ചുകൊണ്ട് അവർ മാൾട്ട, മെലീത്ത എന്ന് പറയുന്ന ഒരു ദ്വീപിലേക്ക് നീന്തി കയറുകയാണ്. അദ്രിയ കടലിൽ വെച്ച് പൗലോസിനും അവൻ്റെ കൂട്ടാളികൾക്കും നഷ്ടപ്പെട്ടു പോയത് ഒരു വലിയ കപ്പലും ആ കപ്പലിലുണ്ടായിരുന്ന ചരക്കുകൾ, അവരുടെ ആഹാര സാധനങ്ങൾ, ഇതൊക്കെയാണ് ആ കടലിൽ വെച്ച് അവർക്ക് നഷ്ടപ്പെട്ടു പോകുവാനായിട്ട് ഇടയാത്തീർന്നത്. എന്നാൽ അവരുടെ ജീവൻ സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഒറ്റയാളും അവിടെ മരിച്ചു പോകാൻ ദൈവം അനുവദിച്ചില്ല. കർത്താവ് പറഞ്ഞത് എന്താണോ അതങ്ങനെ തന്നെ കർത്താവ് ചെയ്തു കൊടുക്കുകയാണ്. കപ്പലിന് കാര്യമായ ദോഷം സംഭവിച്ചു, കപ്പൽ തകർന്നു പോയി. അവർ കരുതിയിരുന്ന സകലതും അദ്രിയ കടലിൻ്റെ ആഴങ്ങളിലേക്ക് താണു പോകുവാനായിട്ട് ഇടയാത്തുന്നു. എന്നാൽ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ മെലീറ്റയിലേക്ക്, മാൾട്ടയിലേക്ക് നീന്തി കയറുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ചില്ലറ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ജീവൻ തിരിച്ചു കിട്ടിയതിലാണ്. ജീവൻ പോയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും സാധ്യതയുണ്ടെന്നാണ് ആ ചിന്ത അല്ലെങ്കിൽ ആ സാഹചര്യം നമ്മളോട് പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ ഒരു പക്ഷേങ്കിൽ ഒരുപാട് കഷ്ടങ്ങളിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടാകാം. നൊമ്പരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സജീവമായിരുന്നിരിക്കാം. നിങ്ങൾ കരുതിയിരുന്ന വലിയ വലിയ സംഗതികളൊക്കെ നിങ്ങൾക്ക് കൈമോശം വന്നിട്ടുണ്ടാകാം. പക്ഷേ ജീവൻ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ,
തീർച്ചയായിട്ടും ആ നഷ്ടങ്ങളെ നമുക്ക് തിരികെ പിടിക്കാൻ പറ്റുമെന്നുള്ളതാണ് പൗലോസ് ഈ ചിന്തകളിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ കാര്യത്തിലൂടെ നമ്മളോട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നതും അത് തന്നെയാണ്. അവർ മാൾട്ടയിലേക്ക് നീന്തി കയറുകയാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ ബർബരന്മാർ, അവിടെ അവർക്ക് പരിചയമില്ലാത്ത ആൾക്കാർ അവരോട് അസാധാരണമായ കരുണയൊക്കെ കാണിച്ചു എന്നവിടെ വായിക്കുകയാണ്. ഏതാണ്ട് ഒരു 3 മാസം വിശുദ്ധ പൗലോസും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹതടവുകാരുമൊക്കെ അവിടെ പാർക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. നമ്മൾ ഏറ്റവും അത്ഭുതകരമായി, ഞാൻ ഇന്ന് ഈ സന്ദേശം പറയുന്നത് ഈ വേദഭാഗത്തെ ആസ്പദീകരിച്ചുകൊണ്ടാണ്. ഏറ്റവും അത്ഭുതകരമായി നമ്മൾ അവിടെ കാണുന്നത് 28-ാമത്തെ അധ്യായം 10-11 വാക്യങ്ങളിലാണ്. ആ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: ഞങ്ങൾ പുറപ്പെടുമ്പോൾ, 3 മാസം കഴിഞ്ഞ് അവർ ആ ദ്വീപിൽ നിന്ന് റോമിലേക്ക് പിന്നെയും പുറപ്പെടുകയാണ്. ഞങ്ങൾ പുറപ്പെടുമ്പോൾ ഏറിയ സമ്മാനങ്ങൾ ആ ബർബരന്മാർ ഞങ്ങൾക്ക് കപ്പലിൽ കയറ്റി തന്നു എന്നവിടെ വായിക്കുകയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് അവിടെ പറയാം. ഒന്ന്, ഈ അദ്രിയക്കടലിൽ അവർക്ക് നഷ്ടപ്പെട്ടത് അവർ കരുതിയിരുന്ന അവരുടെ സമ്പാദ്യങ്ങൾ പോരാ, അവർക്കുള്ള ആഹാര സാധനങ്ങളെങ്കിലും ഈ അദ്രിയക്കടലിൽ നഷ്ടപ്പെട്ടു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ 3 മാസം മാൾട്ടയിൽ അവർ താമസിക്കുന്നതോടുകൂടെ അവർക്ക് എന്താണോ അദ്രിയക്കടലിൽ നഷ്ടപ്പെട്ടു പോയത് അത് ഈ ബർബരന്മാർ അവർക്ക് തിരിച്ചു കൊടുക്കുകയാണ്. അഥവാ ഏറിയ സമ്മാനങ്ങൾ അവർക്ക് അവിടെ വെച്ച് ലഭിക്കുകയാണ്. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത്, ഈ അദ്രിയക്കടലിൽ അവർ സഞ്ചരിച്ചിരുന്ന കപ്പൽ തകർന്നു പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ 28-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം ഭയങ്കര അത്ഭുതകരമായിരിക്കുന്ന ഒരു വാക്യമാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. 3 മാസം കഴിഞ്ഞ്, ശൈത്യകാലം കഴിഞ്ഞ് കാത്തുകിടന്ന ഒരു അശ്വനി ചിഹ്നമുള്ള ഒരു കപ്പൽ, അതിൽ കയറി ഞങ്ങൾ യാത്ര പുറപ്പെട്ടു എന്നാണ് 11-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കപ്പലുണ്ട്, ഈശാനമൂലൻ അടിച്ചു തകർത്ത ആ കപ്പൽ. പലകകളിൽ പിടിച്ചുകൊണ്ടാണ് അവർ മാൾട്ടയിലേക്ക് നീന്തി കയറിയത്. പക്ഷേ 3 മാസം കഴിയുന്നതോടുകൂടെ ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ കപ്പലിന് പകരം വേറൊരു കപ്പൽ തന്നെ അവിടെ ഒരുങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. ആ അദ്രിയക്കടലിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോയ അവരുടെ സമ്മാനങ്ങൾ, അവരുടെ സന്തോഷദായകമായിരിക്കുന്ന വസ്തുതകൾ, അവർക്ക് ആഹാരങ്ങൾ, അവർക്ക് കഴിക്കേണ്ടുന്ന ആഹാരങ്ങൾ, അവർക്ക് വിലപിടിപ്പുള്ളതായി അവർ കരുതിയിരുന്ന പലതും ആ കടൽ വിഴുങ്ങിക്കളയുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ മാൾട്ടയിലെ ബർബരന്മാർ, മാൾട്ടയിലുള്ള ആ സഹോദരങ്ങൾ, ഈ നഷ്ടപ്പെട്ടു പോയത്, ആ കടലെടുത്തു പോയത് ഇവർക്ക് തിരികെ കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. സഹോദരങ്ങളെ, ഈ ദൈവവചനത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്ന ഏറ്റവും ശക്തമായിരിക്കുന്ന ഒരു ദൈവിക ദൂത്, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നഷ്ടങ്ങളെ ഓർത്ത് പരിതപിക്കുകയും സങ്കടപ്പെടുകയും ഒരു മൂലയിലേക്ക് ഞങ്ങൾ ജീവിതത്തെ ഒഴിവാക്കി വെക്കുകയും അഥവാ അവിടെ പോയി ഇരിക്കുകയും ചെയ്യുന്നവരാണ് മിക്കവാറും നമ്മൾ ഓരോരുത്തരും. എനിക്ക് ഇന്നതുപോലെയൊക്കെ നഷ്ടം സംഭവിച്ചു, എനിക്കുണ്ടായിരുന്ന കഴിവുകൾ നഷ്ടപ്പെട്ടു പോയി, എനിക്കുണ്ടായിരുന്ന സാധ്യതകൾ നഷ്ടപ്പെട്ടു പോയി, എനിക്കുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയി, വീട് നഷ്ടപ്പെട്ടു പോയി, വാഹനം നഷ്ടപ്പെട്ടു പോയി, ഇങ്ങനെ പലതിനെയും ചൊല്ലി വിചാരപ്പെട്ടവരാണ് ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ഒരു സ്നേഹിതനെ പോലെ, നിങ്ങളുടെ ഒരു സഹോദരനെ പോലെ, ഒരു മകനെ പോലെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അതിനെ തിരിച്ചു തരാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. അവനെ സേവിക്കുന്നവർക്ക്, അവനോടൊപ്പം പറ്റി നിൽക്കുന്നവർക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു നഷ്ടവും നഷ്ടമല്ല എന്ന് പറയാനാണ് ഞാൻ ഈ ദൈവവചനത്തിലൂടെ താല്പര്യപ്പെടുന്നത്. നോക്കൂ, കടലെടുത്തുകൊണ്ട് പോയി, കപ്പൽ തന്നെ തകർന്നു പോയി. നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് കഴിയുമോ? 3 മാസം കൊണ്ട് എന്താണോ ആ കടലിൽ അവർക്ക് നഷ്ടപ്പെട്ടത് അത് ബർബരന്മാർ വഴി അവർക്ക് തിരികെ ലഭിക്കുകയാണ്. ആ കപ്പൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. പുതിയൊരു കപ്പൽ, അശ്വനി ചിഹ്നമുള്ള കപ്പൽ. അശ്വനി ചിഹ്നം എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് റോയൽ ഷിപ്പാണ്. സാധാരണ ഗ്രീക്കുകാർ അവിടെ വോയേജസ്, അവരുടെ സമുദ്രയാത്രകൾ ആരംഭിക്കുമ്പോൾ കോർപ്പസ് എന്നും കോളക്സ് എന്നും പേരുള്ള 2 സഹോദരന്മാരാണ് പായ്ക്കപ്പൽ ഉണ്ടാക്കി ലോകം മുഴുവൻ സഞ്ചരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. അപ്പോൾ അവരുടെ ഒരു ബഹുമാന സൂചകമായിട്ടാണ് ഗ്രീസുകാർ അശ്വനി ചിഹ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് അവരുടെ സാധാരണ രാജകീയ കപ്പലുകളിലാണ് അവർ അതിനെ ഘടിപ്പിക്കുന്നത്, ആ ചിഹ്നം ഘടിപ്പിക്കുന്നത്. അശ്വനി ചിഹ്നമുള്ള ഒരു കപ്പൽ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളാം, ഇറ്റ്സ് എ റോയൽ ഷിപ്പ്, അതൊരു രാജകീയ കപ്പലാണ്. ഇവിടെ പൗലോസിന് ഈശാനമൂലൻ നിമിത്തം തകർന്നു പോയ കപ്പൽ രാജകീയ കപ്പലൊന്നുമില്ല, ഒരു സാധാരണ പായ്ക്കപ്പലാണ്. പക്ഷെ ദൈവം അദ്ദേഹത്തിന് മടക്കി കൊടുക്കുന്നത് ഒരു റോയൽ ഷിപ്പാണ്. അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള യാത്രയ്ക്ക് വേണ്ടി തിരിച്ചു കൊടുക്കുന്നത് ഒരു രാജകീയ കപ്പലാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ നഷ്ടങ്ങളെ ഓർത്ത് പരിതപിക്കരുത്. നിങ്ങൾക്ക് സംഭവിച്ചു പോയ ആ വലിയ നാശങ്ങൾ ഓർത്ത് ഇനിയും തളർന്ന് ഒരു കോണിൽ കുത്തിയിരിക്കരുത്. മറിച്ച് അവിടെ നിന്ന് എഴുന്നേൽക്കാനായിട്ട് ഇന്ന് ഈ ദൈവവചനത്താൽ ഞാൻ നിങ്ങളെ ഉത്സാഹപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടോ അതിനെ തിരിച്ചു തരാൻ കഴിവുള്ള ഒരു കർത്താവ് നിങ്ങളുടെ സമീപത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുക.
ആ ദൈവം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു തരാൻ മതിയായ ദൈവമാണ്. ഇനി ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവരോടും വളരെ സ്നേഹത്തോടുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ നഷ്ടങ്ങളും, എല്ലാ ദുരന്തങ്ങളും, എല്ലാ വേദനകളും അതിനെ നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. തീർച്ചയായിട്ടും ആ കഷ്ടതകളെ, ആ നൊമ്പരത്തെ, അല്ലെങ്കിൽ ആ സംഭവിച്ച നഷ്ടത്തെ നികത്താൻ നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒറ്റ കാര്യവും ആകസ്മികമായി സംഭവിക്കുന്നില്ല. ദൈവത്തിൻ്റെതായിരിക്കുന്ന ഉദ്ദേശങ്ങളുണ്ട്. ദൈവം നമുക്ക് വരുത്തുന്ന നഷ്ടങ്ങളൊക്കെ നാളെ ഒരു വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും എന്നുള്ള കാര്യം മറന്നു പോകരുത്. മാൾട്ടയിലേക്ക് പൗലോസിനെയും കൂട്ടരെയും കൊണ്ടുപോകേണ്ടതിനാണ് ആ അദ്രിയ കടലിൽ ആഞ്ഞു വീശിയ ആ ഈശാനമൂലൻ കാറ്റ്. ആ കാറ്റ് നിമിത്തം അവർക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു. യാഥാർത്ഥ്യം അത് അങ്ങനെ തന്നെ അംഗീകരിക്കുന്നു. പക്ഷേങ്കിൽ അതിൻ്റെ പുറകിലത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് 3 മിഷണറി യാത്രകൾ കൊണ്ട് പൗലോസിനും കൂട്ടർക്കും സാധ്യമാകാതെ പോയ മാൾട്ടയിലേക്കുള്ള ഒരു പ്രവേശനം ദൈവം ഒടുവിലത്തെ ദിവസങ്ങളിൽ ആ മനുഷ്യൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ ദുരന്തങ്ങളും, എല്ലാ വേദനകളും, എല്ലാ നഷ്ടങ്ങളും ദൈവത്തിൻ്റെ ഒരു വലിയ ദൗത്യത്തിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് എന്ന് ചിന്തിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദൈവവചനത്താൽ നിങ്ങളെ ഒന്ന് സഹായിക്കട്ടെ. അതിനായിട്ട് ഞാനും നിങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട എല്ലാവരെയും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.